ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റവ കേസരിയുടെ റെസിപ്പിയാണ്. നമ്മൾ മുന്നേ ചെയ്തിരിക്കുന്ന കേസരി റെസിപ്പിയിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന കേസരിയുടെ അതേ രുചി കിട്ടാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1.5 കപ്പാണ് കേട്ടോ. അതായത് ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിനാണ് ഞാൻ അളന്നിട്ടുള്ളത്. കപ്പ് മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് ആ കപ്പ് തന്നെ എല്ലാ അളവിനും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളറോ അതല്ലെങ്കിൽ റെഡോ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല റിച്ച് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുങ്കുമപ്പൂ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫുഡ് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് മറ്റൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് 1/2 കപ്പ് അളവിൽ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെയ്യുടെ അളവ് ഒരിക്കലും നമ്മൾ കുറച്ചിട്ട് ചെയ്യരുത്. നെയ്യ് കുറച്ച് ചെയ്യുന്ന കേസരിയുടെ രുചി തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ശരിക്കും രണ്ടും രണ്ട് രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ നെയ്യ് എടുക്കുന്ന സമയത്ത് അതായത് ഒരു തവണയെങ്കിലും കുറഞ്ഞ അളവിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇതിന്. 1/2 കപ്പ് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും. അപ്പോൾ നിങ്ങൾ എത്ര അളവിലാണോ കേസരി തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നെയ്യുടെ അളവും റവയുടെ ഒക്കെ അളവ്. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് നെയ്യിലിട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ നെയ്യിലോട്ടേക്ക് നമ്മൾ 1/2 കപ്പ് അളവിൽ തന്നെ റവ, 1/2 കപ്പ് നെയ്ക്ക് 1/2 കപ്പ് അളവിൽ തന്നെ റവ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് കേസരി തയ്യാറാക്കി എടുക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ റവയെ നന്നായിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ അതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറി നെയ്യായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ മറ്റൊരു പാത്രത്തിനകത്ത് നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു കൈ കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക. ഫ്ലെയിം നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് കുറച്ച് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. വളരെ കുറഞ്ഞ ജസ്റ്റ് 1-2 മിനിറ്റിനുള്ളിൽ 1 മിനിറ്റ് തന്നെ മതി. ആ സമയം കൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ റവയിലോട്ടേക്ക് ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് തയ്യാറായിട്ട് കിട്ടും. മുഴുവനായിട്ട് വെള്ളം വറ്റി റവയായി ചേർന്ന് വന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും ഞാനിവിടെ 1/2 കപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. 1/2 കപ്പ് റവ, 1/2 കപ്പ് നെയ്യ്, 1/2 കപ്പ് പഞ്ചസാര. ഇനി മധുരം നല്ലവണ്ണം ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഒത്തിരി മധുരം കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു അളവ് ഉപയോഗിച്ചാൽ ഒരിക്കലും കറക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങളൊരു 1/4 കപ്പ് വരെയെങ്കിലും ഉപയോഗിക്കണം കേട്ടോ. 1/4 കപ്പ് 1 കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം. നല്ല സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം കറക്റ്റാണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു മീഡിയം ആയിട്ടുള്ള മധുരമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ശരിക്കും റവയായിട്ട് ചേർന്ന് വരുന്ന പാകത്തിൽ പഞ്ചസാര അലിഞ്ഞ് ചേരണം. ആ പഞ്ചസാര നന്നായി അലിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതും വളരെ കുറഞ്ഞ സമയം വേണ്ടു. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉരുകി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ പോലെയുണ്ട്. അത് നമ്മളൊന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും നല്ലതുപോലെ സോഫ്റ്റായിട്ട് കണ്ടില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാകം കുറച്ചുകൂടി നന്നായിട്ട് മാറി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. നെയ്യൊക്കെ ആയി ചേർന്ന് പഞ്ചസാരയൊക്കെ മുഴുവനായി അലിഞ്ഞ് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. അത് ആ കറക്റ്റ് ആ നെയ്യൊക്കെ ഈ ഒരു അളവിൽ ഒഴിക്കുമ്പോഴാണ്, ഈ അളവുകൾ കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇത്ര നല്ല രീതിയിൽ കേസരി തയ്യാറായി കിട്ടുന്നത്. ഇതിലോട്ടേക്ക് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഞാൻ ഏലക്കയുടെ കുരു എടുത്ത് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 2 നുള്ളു ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ്.
ഇനി നമ്മൾ കൂടുതൽ സമയം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബൗളിനകത്തോട്ടേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും ആ കമിഴ്ത്തുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ആ കേസരി നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്കും വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും നല്ല സിമ്പിളല്ലേ, ഒരു 10 മിനിറ്റ് മതി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. ഞാൻ കൈവച്ച് തൊടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. പിന്നെ നെയ്യൊക്കെ പശു നെയ്യ് വീട്ടിലൊക്കെ ഉള്ളത് ഉപയോഗിക്കുന്നതാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനെങ്കിൽ ഒന്നുകൂടി നല്ലത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിൻ്റെയൊക്കെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്താം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നെയ്യ് കുറച്ചിട്ട് ഉള്ള കേസരി, അത് രണ്ടും ഈ ഒരു കേസരിയും അതും തമ്മിൽ ഡിഫറെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള കേസരിയുടെ റെസിപ്പിയുടെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.